അപ്പൊ ഗൈസ് നമ്മുടെ അമ്മയുണ്ട്, ഞങ്ങളെല്ലാരും കൂടെ കഴിക്കാൻ പോകണം കേട്ടോ. ഹാപ്പിയാണ്, ഹാപ്പി. തക്കളതാണ് ഇവിടെ ഇങ്ങനെ അതിന്റെ മേലെ കയറി നോക്കി നിൽക്കും. അപ്പൊ ഗൈസ് ചിക്കൻ കറി പൊളിയായിട്ട് അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. പൊരിച്ചോണ്ടിരിക്കും കേട്ടോ. ചോറ് വാർത്തോ? ഹലോ ഗൈസ്, ജിജോ ഫ്ലോവിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് ഉണ്ടൂസിനെയാണ് നമ്മൾ ഈ ചാനൽ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാലും ഇന്ന് ഉണ്ടൂസ് കുറച്ച് ബിസിയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഞായറാഴ്ച ഒരു മാസത്തിലൊരു ഞായറാഴ്ചയൊക്കെ നമ്മൾ ജസ്റ്റ് കുറച്ചൊരു ഇറച്ചിയൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ മേടിച്ചിട്ട് എല്ലാവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ ആക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഇപ്പം കുറേ ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇടുന്നതിന് അർത്ഥമില്ല. വെച്ചാൽ നമ്മളെല്ലാവരും ഇങ്ങനെ വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ കാരണം എല്ലാവരും കേരളത്തിലുള്ള എല്ലാവരും മനസ്സും എടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ നമ്മുടെ ചാനലിനകത്ത് കോമഡി വീഡിയോസ്, ഷോർട്ട് വീഡിയോ കോമഡി വീഡിയോസ് ഒന്നും ഇട്ടില്ലായിരുന്നു കുറേ ദിവസമായിട്ട്. പിന്നെ നമ്മുടെ ഫാമിലിയായിട്ടുള്ള കാര്യങ്ങളുള്ള വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തുള്ളായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ലോങ് വീഡിയോ ഇട്ട് കുറേ ദിവസമായി നമ്മൾ അത് ശരിയാകാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ വീഡിയോ ചാനൽ ഈ കാര്യങ്ങളൊന്നും യൂട്യൂബിന് അറിയത്തില്ല. നമ്മുടെ ചാനൽ ഡൗൺ ആയി പോകും ഒരു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കുറച്ച് ഇറച്ചിയൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ പരിപാടി ഒരു ചെറിയ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് ഒരു കപ്പയൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടെ കൂടി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയൊക്കെയാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. ഉണ്ടൂസുണ്ട്, മമ്മി വന്നിട്ടുണ്ട് മേലേന്ന്. അപ്പോൾ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മേനും ഉണ്ടൂസ് എല്ലാം കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം പപ്പായൊക്കെ കുറേ കഴിയും വരും. അപ്പോൾ പുനരം തക്കടൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. നമുക്ക് മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഉണ്ടൂസ് ഇവിടെ കുത്തിരുന്നത് ഭയങ്കര തക്കിരി ഉറങ്ങിപ്പോയി കേട്ടോ. തക്കിരി നല്ല ഉറക്കമാണ്, ഇപ്പം കിടന്ന് ഉറങ്ങിയതേ ഉള്ളൂ. ഉണ്ടൂസ് കൊണ്ട് കപ്പ പൊളിച്ചോണ്ടിരിക്കുന്നു. ഉണ്ടൂസേ എന്നാ പരിപാടി? വേറെ കാര്യമുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് കപ്പ പോയിട്ട് നല്ല കപ്പ കിട്ടും. നല്ല കപ്പയാണ്. ഉണ്ടൂസ് പറഞ്ഞാൽ കുറച്ച് കറുപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ടൗണിലൊക്കെ ഫുള്ള് സാധനം തീർന്നു. ഞങ്ങൾ നമ്മൾ പോയപ്പോൾ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് കിട്ടിയില്ല. ആനാ പൊന്നു അതവിടെ വെച്ചേക്കാം അടുപ്പിൻ്റെ അടുത്ത്. പുനര പോയിട്ട് ഇന്ന് നമുക്ക് വർഷം എന്ന് പറഞ്ഞാൽ ഒരു മഴ കുറവുണ്ട് കേട്ടോ. ഒരുപാട് പേരുടെ ജീവൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മഴയ്ക്ക് ഇന്ന് തോരാൻ തോന്നുന്നത് അല്ലേ ഉണ്ടൂസേ? ഒരുപാട് പേര് 350 പേരുടെ ജീവൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മഴയ്ക്കൊന്ന് തോന്നുന്നത്, വെയിലൊക്കെ തെളിയുന്നത്. പക്ഷെ പിന്നെ മഴ വരുന്നുണ്ട്, എന്നാലും കുറച്ച് നേരം തെളിച്ചുണ്ട് കേട്ടോ. ആ ടേബിളും കസാരയും വരും. എന്നാ രണ്ടാക്കും കൂടെ അടി ഉണ്ടാക്കില്ലേ. ഉണ്ടൂസ് പൊളിക്കുന്നുണ്ട്. അമ്മ അത് അവിടെ നിന്നിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ കുറേ ദിവസം താഴോട്ട് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഇച്ചിരി ചിക്കൻ മേടിച്ചത് അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ തറവാട്ടിലെ ഗ്യാസ് തീർന്നുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഗ്യാസാണ്, അല്ല ഞങ്ങളെല്ലാം തറവാട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ തറവാട്ടിലെ ഗ്യാസ് തീർന്നതുകൊണ്ട് ഇവിടുത്തെ ഗ്യാസ് തീർന്നിട്ടില്ല. ഇപ്പം വേണേൽ തീരാ അല്ല ദിവസേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് അമ്മ താഴോട്ട് വന്നത് കേട്ടോ. തക്കളത് മുന്നേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അമ്മച്ചിയൊക്കെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോഴൊക്കെ. അതുകൊണ്ട് നമ്മുടെ ചോറ് ഇവിടെ നിന്ന് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട് അടുപ്പത്ത്. വിറകൊന്നുമില്ല, വിറകൊക്കെ നനഞ്ഞ് മൊത്തം നാശമായി കിടക്കുക. ഇങ്ങനെയൊക്കെ കത്തുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞധികം ആവേശമാക്കുന്നില്ല, വെറുപ്പിക്കുന്നില്ല. നമുക്കിനിയിപ്പം ഭക്ഷണമൊക്കെ അകത്ത് കാണാം അല്ലേ. ഉണ്ടൂസിന്റെ പരിപാടി കപ്പ ഇപ്പോഴാണ് ഉണ്ടൂസിന്റെ പരിപാടി ഞാൻ കഴിച്ചത്. മൊത്തം വൃത്തിയായി കിടക്കും കേട്ടോ. അമ്മ ഏതാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഭയങ്കര പൊരിയാണ്. നമ്മുടെ പാത്രം ചട്ടിന്ന് കണ്ടിട്ട് ആരും കുറ്റം പറയാൻ നിൽക്കണ്ട, അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. നമുക്കുള്ളത് കൊണ്ടല്ലേ നമുക്ക് ചെയ്യാനാകത്തുള്ളൂ. ഇങ്ങനെ പോരാടി ചോറ് വാർത്തോ? ചോറ് ആയിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ട്. എന്തോ അടി അമ്മച്ചി പരിപാടി? പുന്നരവിടെ എന്തോ പരിപാടിയാണെന്നാ പറഞ്ഞത്. എന്നാ സംഭവം? അമ്മച്ചി ചിക്കൻ പറക്കുന്നതനുസരിച്ച് ഇവിടെ വന്ന് കടിച്ച് പൊളിച്ച് തീർക്കും അത് കേട്ടോ. ഗൈസ് ഇന്ന് സത്യം പറഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥ. ചെറുതായിട്ടൊന്ന് മഴ പെയ്യുമെന്ന് പറഞ്ഞാലും വലിയ ഒരു അലമ്പില്ലാത്ത മഴയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മുടെ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ ഏകദേശം അവർക്ക് എല്ലാ പരിപാടിക്കും നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. ചിക്കനൊക്കെ അമ്മ ഇങ്ങനെ വറുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് മസാല ഉണ്ടാക്കാനുള്ള പരിപാടി അല്ലേ അമ്മേ? മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പം കപ്പ വിളമ്പാം കേട്ടോ. വിശക്കാൻ തുടങ്ങിയ സമയം ഉച്ച കഴിഞ്ഞു. നമ്മുടെ കപ്പയൊക്കെ വേവിച്ച് കഴിച്ചാലും ഉണ്ടൂസ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കുഴച്ച് വേവിച്ച കപ്പയാണ്. ഉണ്ടൂസ് വിളമ്പുവാണ്.
അപ്പൊ ഗൈസ് ചിക്കൻ കറി പൊളിയായിട്ട് അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇപ്പം അടിപൊളി ചിക്കൻ കറിയാണ്. നല്ല എരിവ് എന്ന് പറഞ്ഞാൽ നല്ല പൊളി സാധനം അല്ലേ. അങ്ങനെ കപ്പേൻ്റെ അകത്തോട്ട് അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് വെക്കുക. ഇത്ര ഇതാ ഇറച്ചി പിടിച്ചെടുക്കുന്നത്. ആ തക്കടൂന്ന് തരാം, തക്കടൂന്ന് തരാം മോനെ, തക്കടൂന്ന് തരാം. എങ്ങനെയുണ്ട് തക്കടു? പൊളി, അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറേ കാലമായി അല്ലാണ്ട് ഉമ്മ നമ്മളിങ്ങനെ കഴിച്ചിട്ട് ഒരുപാട് കാലമായി ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെയും കഴിക്കണം കേട്ടോ. നമ്മൾ വലിയ ആഘോഷമാക്കിയിട്ടൊന്നുമില്ല. നമുക്ക് ഒന്നാമത് അറിയാം വയനാട്ടിലെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് നമ്മൾ വലിയ ആഘോഷമായിട്ട് കളിച്ചും ചിരിച്ചുള്ള പരിപാടിയൊന്നുമില്ല. ചെറിയൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. പിന്നെ വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായി, അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.